ജെ.എച്ച്.യുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആ ഒരു രീതിയിലുള്ള JPHN എക്സാമിനും സ്റ്റാഫ് നേഴ്സ് എക്സാമിനും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. അതുപോലെ പഴയ വീഡിയോസും നിങ്ങൾ കാണുക. ഈ ഒരു എക്സാമിന് മുന്നേ ആയിട്ട് ഇതിലുള്ള ലൈവ് ക്ലാസ്സുകളും വീഡിയോ ക്ലാസ്സുകളും എല്ലാം തന്നെ നിങ്ങൾ കാണുക. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്, ശ്രദ്ധിച്ച് കാണുക. സോ കഴിവതും നോട്ട്സ് നിങ്ങൾ എഴുതിയെടുക്കാൻ ശ്രമിക്കുക വീഡിയോ കാണുമ്പോൾ തന്നെ. ഓക്കെ. First question, all stages of rashes are seen simultaneously in correct answer chicken pox. Question answer ആണ് ഇവിടെ നോക്കുന്നത്. ചിക്കൻ ബോക്സിൽ ഓൾ റാഷസ് ഒന്നിച്ച് വരുന്ന ഒരവസ്ഥയാണ്. അതാണ് പ്ലിയോമോർഫിസം ചിക്കൻ ബോക്സിലാണ്. അതായത് ഓൾ സ്റ്റേജസ് ഓഫ് ദ റാഷ്, അതായത് പാപ്യൂൾസ്, വെസിക്കിൾസ്, ക്രസ്റ്റ്, ഇതൊക്കെ ഒന്നിച്ച് മേ ബി സീൻ സൈമിൾട്ടേനിയസ്ലി അറ്റ് വൺ ടൈം, ഒരേ സമയത്ത് കാണുന്നു, സെയിം ഏരിയയിൽ കാണുന്നതാണ്. ചിക്കൻ ബോക്സ് പകരുന്നത് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ വഴിയാണ്, ഫേസ് ടു ഫേസ് കോണ്ടാക്ട് വഴി അല്ലെങ്കിൽ പേഴ്സണൽ കോണ്ടാക്ട്, ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ ഒക്കെ വഴി ചിക്കൻ ബോക്സ് പകരുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ന്യൂ ബോൺ ഈസ് പ്രസന്റഡ് വിത്ത് ബ്ലോട്ടഡ് അബ്ഡമൻ ഷോർട്ട്ലി ആഫ്റ്റർ ബർത്ത് വിത്ത് പാസിംഗ് ഓഫ് ലെസ് മെക്കോണിയം. എ ഫുൾ തിക്നെസ് ബയോപ്സി ഓഫ് ദ റെക്ടം വാസ് കാരിഡ് ഔട്ട്. Which one of the following rectal biopsy findings is most likely to be present? റെക്ടൽ ബയോപ്സിയിൽ കാണുന്നത് ലാക്ക് ഓഫ് ഗാംഗ്ലിയോൺ സെൽസ് ആകാം. കാരണം ഇത് ഹെയർ സ്പ്രിംഗ് ഡിസീസ് എന്നുള്ളൊരു ഡിസീസ് ആണ്. അത് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ബർത്ത് 24 തൊട്ട് 48 മണിക്കൂറിനുള്ളിൽ മെക്കോണിയം പാസ് ചെയ്തില്ലെങ്കിൽ വി ക്യാൻ സസ്പെക്ട് ഹെയർ സ്പ്രിംഗ് ഡിസീസ്. ഇത് വരാനുള്ള കാരണം ആബ്സെൻസ് ഓഫ് പർട്ടിക്കുലർ നെർവ് സെൽസ്, ഗാംഗ്ലിയോൺ നെർവ് സെൽസ് ആബ്സെന്റ് ആയിട്ട്, ഒരു പർട്ടിക്കുലർ സെഗ്മെന്റ് ഓഫ് ബവലില് അത് ആബ്സെന്റ് ആയിട്ട് വരുന്നതാണ് ഗാംഗ്ലിയോൺ നെർവ് സെൽസ്. അപ്പൊ അത് ആബ്സെന്റ് ആകുമ്പോൾ ആ സ്റ്റൂള് പാസ് ചെയ്യാതെ വരുന്നു. കാരണം അതിന്റെ മസിൽ എബിലിറ്റി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ആ ഒരു ഇൻഡസ്ട്രീന്റെ ഭാഗത്തെ മസിൽ എബിലിറ്റി നഷ്ടപ്പെടുന്നു ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് ഗാംഗ്ലിയോൺ സെൽസ്. അപ്പൊ അതുകൊണ്ടാണ് ഹെയർ സ്പ്രിംഗ് ഡിസീസ് എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ടാകുന്നതെന്ന് കൂടെ മനസ്സിലാക്കുക. So third question, the nurse recognizing that digitalis preparations promote diuresis should evaluate patients for a depletion of. Correct answer, potassium. പേഷ്യന്റ് ഹൈപ്പർകലീമിയയിലാണെങ്കിൽ, അതായത് പൊട്ടാസ്യം കുറവാകുമ്പോൾ ആ ഒരു ഡോസ് ഡിഗോക്സിൻ വിത്ത്ഹോൾഡ് ചെയ്യാൻ പറയും. കാരണം ഹൈപ്പോകലീമിയയിലാകുമ്പോൾ പേഷ്യന്റിന് ഡിജിറ്റാലിസ് ടോക്സിസിറ്റി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഡിഗോക്സിൻ എന്നുള്ള ടാബ് ഹാർട്ട് ഫെയിലിയറിന് കൊടുക്കുന്ന ടാബ്ലറ്റ് ആണ്. അപ്പൊ ആ ടാബ്ലറ്റ് കഴിക്കുന്നതുകൊണ്ട് പൊട്ടാസ്യം കുറയാനുള്ള സാധ്യതയുണ്ട്. ലോ പൊട്ടാസ്യം ഇൻ അവർ ബോഡി ക്യാൻ ഇൻക്രീസ് ദ റിസ്ക് ഓഫ് ഡിജിറ്റാലിസ് ടോക്സിസിറ്റി. അതുകൊണ്ട് തന്നെ പൾസ് റേറ്റും ചെക്ക് ചെയ്യും. പൾസ് റേറ്റ് 60 എബവ് ആണെങ്കിൽ ഡിഗോക്സിൻ കൊടുക്കുകയുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ ഓഫ് ദ ഫോളോയിങ് ആർ വെക്ടർ ബോൺ ഡിസീസ് എക്സെപ്റ്റ്. ഹെപ്പറ്റൈറ്റിസ് ഒരു വെക്ടർ ബോൺ ഡിസീസ് അല്ല. ബാക്കിയുള്ള മലേറിയ, ഫൈലേറിയസിസ്, പ്ലേഗ് ഇതൊക്കെ വെക്ടർ ബോൺ ഡിസീസ് ആണ്. അതായത് നമ്മുടെ കൊതുക് പോലെയുള്ള കീടങ്ങൾ, ബ്ലഡ് ഫീഡിങ് ആന്ത്രോപോഡ്സ് എന്നാണ് പറയാ. ബ്ലഡ് ഫീഡിങ് ആന്ത്രോപോഡ്സ് അതാണ് വെക്ടേഴ്സ്. മസ്കിറ്റോസ്, ടിക്സ്, ഫ്ലീസ്, അതുപോലെ ഈ ഡെങ്കു ഫീവർ ഉണ്ടാക്കുന്ന കൊതുകുകൾ, ലൈം ഡിസീസ്, മലേറിയ തുടങ്ങിയ അസുഖങ്ങൾ ഉണ്ടാക്കുന്ന കൊതുകുകളൊക്കെ വെക്ടർ ബോൺ ഡിസീസ് ആണ്. ഹെപ്പറ്റൈറ്റിസ് നമുക്കറിയാം ഒരു വെക്ടർ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു അസുഖമല്ല. So next question, fifth question, the best method for yearly diagnosis of cervical cancer. Pap smear test ആണ് cervical cancer ഡയഗ്നോസ് ചെയ്യാൻ പെട്ടെന്ന് നമ്മൾ ഇയർലി ഡയഗ്നോസ് ആൻഡ് ട്രീറ്റ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന പാപ് സ്മിയർ ടെസ്റ്റ് ആണ്. വളരെ നല്ല ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിലും നമുക്ക് ഏത് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ് ദ മെത്തേഡ് ഫോർ മാനേജിങ് ഫോറിൻ ബോഡി എയർവേ ഒബ്സ്ട്രക്ഷൻ. ഫോറിൻ ബോഡി എയർവേ ഒബ്സ്ട്രക്ഷൻ വന്നാൽ ഏത് മാനുവർ ആണ്? ഹെൽമിച്ച് മാനുവർ ആണ്. ഹെൽമിച്ച് മാനുവർ നമുക്കറിയാം അബ്ഡോമിനൽ ത്രസ്റ്റ് കൊടുക്കുകയാണ്. അപ്വേർഡ് ആൻഡ് ഇൻവേർഡ് പുഷ് നമുക്കറിയാം. ആദ്യം ജസ്റ്റ് ഫിസ്റ്റ് പോലെ ചെയ്തിട്ട് ജസ്റ്റ് ഒരു ഉള്ളിലേക്ക് ഒന്ന് വെച്ചിട്ട് നമ്മൾ അപ്വേർഡ് ത്രസ്റ്റ് ആണ് ചെയ്യേണ്ടത്. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പാർട്ട് ഓഫ് ദ മൈൻഡ് ഈസ് അസോസിയേറ്റഡ് വിത്ത് പ്രാക്ടിക്കലി റിയാലിറ്റി പ്രിൻസിപ്പിൾ. റിയാലിറ്റി പ്രിൻസിപ്പിൾ ഏതാണ്? ഈഗോയാണ് റിയാലിറ്റി പ്രിൻസിപ്പിൾ. മൊറാലിറ്റി പ്രിൻസിപ്പിൾ എന്നുള്ളത് സൂപ്പർ ഈഗോയാണ്. മൊറാലിറ്റി പ്രിൻസിപ്പിൾ ഏതാണ്? സൂപ്പർ ഈഗോയാണ്. പ്ലഷർ പ്രിൻസിപ്പിൾ ആണ് ഇട്ട്. ഈഗോ, സൂപ്പർ ഈഗോ നമ്മൾ പഠിച്ചതാണ്. അതിനകത്ത് ഇട്ട് എന്ന് പറയുന്നത് പ്ലഷർ പ്രിൻസിപ്പിൾ ആണ്. ഈഗോ എന്ന് പറയുന്നത് എന്താണ്? റിയാലിറ്റി പ്രിൻസിപ്പിൾ ആണ്. സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് മൊറാലിറ്റി പ്രിൻസിപ്പിൾ ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക.
Eighth question, the coverage of the population by primary health centers, PHC in plain area. Correct answer 30,000. So PHC in plain area 30,000, PHC in rural or hilly area 20,000, subcenter in plain area 5,000, subcenter in rural or hilly areas 3,000. Next question, the approximate increase in the length in the first year of life is. Correct answer 25 centimeter. The approximate increase in length in first year of life 25 centimeter. ഇത് ഇൻഫൻസി പീരീഡിൽ ഉണ്ടാകുന്ന ലെങ്ത് ആണ് 25 centimeter. Next question, when toddlers move around on their hands keeping their abdomen off the floor, it is called, correct answer creeping ആണ്. creeping അതായത് 6-7 മാസം ആകുമ്പോൾ കുട്ടികള് ഇഴഞ്ഞു പോകുന്നതിന് പകരം 4 കാലിൽ നടക്കില്ല, അതാണ് ക്രീപ്പിംഗ്. സോൾജിയേഴ്സ് സ്റ്റാൻഡിങ് വാക്കിംഗ് എന്നൊക്കെ പറയും. സോൾജിയേഴ്സ് ഇങ്ങനെ 4 കാലിൽ പോകില്ലേ, അതേപോലെ ക്രീപ്പിംഗ് എന്നാണ് പറയുക. 6-7 മാസത്തിലാണ് ക്രീപ്പിംഗ് അല്ലെങ്കിൽ ക്രോളിംഗ് കാണുന്നത്. 4 കാലിൽ മുട്ടുകുത്തി നടക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫാൾസ് സെൻസറി പെർസെപ്ഷൻസ് വിത്ത് നോ ബേസിസ് ഇൻ റിയാലിറ്റി ആർ നോൺ ആസ് ഹാലുസിനേഷൻ. False sensory perception without an external stimuli, that is hallucination. Most common auditory hallucination, പല ടൈപ്പ് ഉണ്ട്. വിഷ്വൽ, ഓൾഫാക്ടറി, ജസ്റ്റേറ്ററി, ടാക്ടൈൽ, അങ്ങനെ കുറെ ടൈപ്പ് ഉണ്ട്. ഡെലൂഷൻ എന്ന് പറയുമ്പോൾ ഫാൾസ് ഫിക്സഡ് ബിലീഫ് ആണ്. പേഷ്യൻസ് വിച്ച് ദ പേഷ്യന്റ് cannot share to anybody. ഇല്യൂഷൻസ് എന്ന് പറയുമ്പോൾ ഫാൾസ് സെൻസറി പെർസെപ്ഷൻസ് വിത്ത് ആൻ എക്സ്റ്റേണൽ സ്റ്റിമുലി, ഒരു സ്റ്റിമുലി ഉണ്ടാവും, അതിനെ തെറ്റിദ്ധരിക്കുന്നു, ദാറ്റ് ഈസ് ഇല്യൂഷൻ. In ECG, the P wave represents, P wave represent ചെയ്യുന്നത് ആർട്രിയൽ ഡീപോളറൈസേഷൻ ആണ്. P wave represent ചെയ്യുന്നത് ആർട്രിയൽ ഡീപോളറൈസേഷൻ ആണ്. QRS കോംപ്ലക്സ് പറയുന്നത് വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ ആണ്. QRS കോംപ്ലക്സ് വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ ആണ്. T wave വെൻട്രിക്കുലർ റീപോളറൈസേഷൻ ആണ്. സോ ഇവിടെ തന്നെ ഉണ്ട് P wave ആർട്രിയൽ ഡീപോളറൈസേഷൻ, Q wave വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ, T wave വെൻട്രിക്കുലർ റീപോളറൈസേഷൻ. അങ്ങനെ 3 എണ്ണത് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ് വാസ് പ്രസന്റഡ് ഇൻ 1956 ബൈ ബെഞ്ചമിൻ എസ് ബ്ലൂം. ബ്ലൂംസ് ടാക്സോണമി എന്ന് പറയാനുള്ള കാരണം അതാണ്. ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സിൽ വരുന്നതാണ് കോഗ്നിറ്റീവ് ഡൊമൈൻ, അഫക്റ്റീവ് ഡൊമൈൻ, സൈക്കോമോട്ടർ ഡൊമൈൻ. അതൊക്കെയാണ് കോഗ്നിറ്റീവ്, അഫക്റ്റീവ്, സൈക്കോമോട്ടർ ഡൊമൈൻ. ഇതാണ് 3 ഡൊമൈൻസ് ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്. കോഗ്നിറ്റീവിൽ വരുന്നത് നോളജ് ആണ്, അഫക്റ്റീവിൽ വരുന്നത് ഇമോഷൻ ആണ്, സൈക്കോമോട്ടർ എന്ന് പറയുന്നത് മോട്ടോർ എബിലിറ്റി ആണ്. ഇതൊക്കെ എഡ്യൂക്കേഷൻ സിസ്റ്റം, നമ്മുടെ എഡ്യൂക്കേഷനെ ഇംപ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്സ് ആണ് കേട്ടോ. ഓൾ ഓഫ് ദ ഫോളോയിങ് വൈറസസ് ആർ ട്രാൻസ്മിറ്റഡ് ബൈ റെസ്പിറേറ്ററി റൂട്ട് എക്സ്പെക്ട്. ഇവിടെ റോട്ട വൈറസ് എന്താ പറയുന്നത്, റെസ്പിറേറ്ററി റൂട്ട് അല്ല. റോട്ട വൈറസ് ഫീക്കൽ ഓറൽ റൂട്ട് ആണ്. ഇൻഫ്ലുവൻസ വൈറസ്, റൈനോ വൈറസ്, RSV ഒക്കെയാണ് റെസ്പിറേറ്ററി റൂട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡ്രഗ്സ് ഈസ് യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് നോക്ടൂണൽ എനോറസിസ്. നോക്ടൂണൽ എനോറസിന് യൂസ് ചെയ്യുന്ന ഡ്രഗ് ആണ് ഇമിപ്രാമിൻ. ഇമിപ്രാമിൻ ആന്റി ഡിപ്രസന്റ് ആണ്. അത് നോക്ടൂണൽ എനോറസിസ്, അതായത് രാത്രിയിൽ ബെഡിൽ കടന്ന് മൂത്രം ഒഴിക്കുന്നു, അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ഇമിപ്രാമിൻ യൂസ് ചെയ്യുന്നുണ്ട്. സെട്രാലിൻ ആന്റി ഡിപ്രസന്റ് ആണ്. കോൾപ്രോമാസിൻ ആന്റിസൈക്കോട്ടിക് ആണ്. Next question, the doctor has prescribed 2.5 milligram of haloperidol for an agitated patient. The medication is labeled haloperidol 10 mg per 2 ml. The nurse prepares the correct dose by drawing up how many milliliters in the syringe. അപ്പൊ ഹാലോപെരിഡോള് 2.5 mg ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ മെഡിക്കേഷന് 2 ml 10 mg ആണ്. അപ്പൊ അത് 0.5 മാറാൻ വേണ്ടി 2.5 എടുക്കാൻ വേണ്ടി 0.5 ml ആണ് കറക്റ്റ് ആൻസർ. എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നോർമൽ റെസ്പിറേഷൻ ഈസ് കോൾഡ് യൂപ്നിയ ആണ്. ആപ്നിയ ആബ്സെൻസ് ഓഫ് ബ്രീത്ത്, ഡിസ്നിയ ഡിഫിക്കൽറ്റി ഇൻ ബ്രീത്തിങ്, ഓർത്തോപ്നിയ നമ്മൾ കടന്നിട്ട് എണീക്കുമ്പോഴുള്ള നമ്മൾ തറയിൽ നിവർന്ന് കിടക്കുമ്പോൾ ശ്വാസം മുട്ടൽ ഉണ്ടാവും. പക്ഷെ എണീറ്റ് ഇരിക്കുകയോ അല്ലെങ്കിൽ നടുന്ന് നിർത്തിയിരിക്കുമ്പോൾ ശ്വാസം നോർമലായിട്ട് പോകുന്നു, അതാണ് ഓർത്തോപ്നിയ. Next question, the minimum age for marriage of girls in India according to the National Population Policy 18 വയസ്സാണ് ഇപ്പോഴുള്ളത്. Next question, venereal disease research laboratory
venereal disease research laboratory test is used to diagnose? ഇവിടെ ഓപ്ഷനിൽ സിഫിലിസ് ആണ് കറക്റ്റ് ആൻസർ. വെനറൽ ഡിസീസ് റിസർച്ച് ലബോറട്ടറി എന്ന് പറയുമ്പോൾ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ്. അത് ഡയഗ്നോസ് ചെയ്യുന്നത് ഇവിടെ പറയുന്നത് സിഫിലിസ്. അതുപോലെ ഗൊണോറിയ, ക്ലമോഡിയ ട്രക്കമൈറ്റിസ്, അതുപോലെ എയ്ഡ്സ്, അതുപോലെ സെർവിക്കൽ ഇൻഫെക്ഷൻസ് ഒക്കെ, ഇങ്ങനെയുള്ള കുറെ ഇൻഫെക്ഷൻസ് ആണ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ. ഗൊണോറിയ, സിഫിലിസ് ഒക്കെയാണ് മെയിൻ ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പാർട്ട് ഓഫ് ദ മൈൻഡ് ദാറ്റ് ഡിസ്റ്റിംഗ്വിഷ് റൈറ്റ് ഫ്രം റോങ് ആൻഡ് ആക്ട്സ് ആസ് എ സെൻസർ ഓഫ് ബിഹേവിയർ ഈസ് നോൺ ആസ്. കറക്റ്റ് ആൻസർ സൂപ്പർ ഈഗോ ആണ്. സൂപ്പർ ഈഗോ ആണ് റൈറ്റിലെയും റോങ്ങിനെയും മാറി മാറി തരം തിരിക്കുന്നത്. അതൊക്കെ അറിയുന്നതാണ്. മോറലാണ്, മൊറാലിറ്റി പ്രിൻസിപ്പിൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോളിവാലന്റ് വാക്സിൻസ് കൺസിസ്റ്റ് ഓഫ്. കറക്റ്റ് ആൻസർ മോർ സ്ട്രെയിൻസ് ഓഫ് ദ സെയിം സ്പീഷ്യസ്. പോളിവാലന്റ് വാക്സിൻ എന്ന് പറയുന്നത് മോർ സ്ട്രെയിൻ ഓഫ് ദ സെയിം സ്പീഷ്യസ് ആണ്. യൂജനിക്സ് മീൻസ് ഇംപ്രൂവ്മെന്റ് ഓഫ് ജെനറ്റിക് എൻഡോവ്മെന്റ്. യൂജനിക്സ് മീൻസ് ഇംപ്രൂവ്മെന്റ് ഓഫ് ജെനറ്റിക് എൻഡോവ്മെന്റ്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 23rd ക്വസ്റ്റ്യൻ, the philosophy of education in which treatment of things is based solely on their practical utility is called pragmatism. ലോജിക്കൽ തിങ്കിങ്ങിനും പ്രാക്ടിക്കൽ യൂട്ടിലിറ്റിക്കും കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നതാണ് പ്രാഗ്മാറ്റിസം. പ്രാക്ടിക്കൽ തിങ്കിങ്ങിന് കൂടുതൽ യൂസ് കൊടുക്കുന്നു, ഇമ്പോർട്ടന്റ് കൊടുക്കുന്നു. ജോൺ വേ ആണ് ഇതിന്റെ വലിയൊരു ഫൗണ്ടറാണ്. ജോൺ വേ എന്ന് പറഞ്ഞത് ഒരാള് ഫിലോസഫിസ്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോവിംഗ് ഈസ് നോട്ട് ദ സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾ ഓഫ് ടീച്ചിങ്? പ്രൊസീഡ് ഫ്രം കോംപ്ലക്സ് ടു സിമ്പിൾ എന്നുള്ളതല്ല, സിമ്പിൾ ടു കോംപ്ലക്സ് ആണ് ശരി. പ്രിൻസിപ്പിൾസ് ഓഫ് ടീച്ചിങ്ങിൽ വരുന്നതാണ് സിമ്പിൾ ടു കോംപ്ലക്സ്, സിമ്പിൾ ടു ഡിഫിക്കൽട്ട്, നോൺ ടു അൺനോൺ, കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്ട്. ഇതൊക്കെ ശരി തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, when performing an abdominal assessment in which order are the given steps followed? അബ്ഡോമിനൽ അസസ്മെന്റ് ചെയ്യുന്ന സ്റ്റെപ്പ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസറുള്ള സ്റ്റെപ്പ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഇൻസ്പെക്ഷൻ, ഓസ്കൽറ്റേഷൻ, പെർക്കഷൻ, പാൽപേഷൻ. ലാസ്റ്റ് മാത്രമേ പാൽപേഷൻ ഉള്ളൂ. ചിലപ്പം ചോദിക്കാം ലാസ്റ്റ് സ്റ്റെപ്പ് ഏതാണെന്ന് ചോദിക്കാം. അപ്പൊ കൺഫ്യൂഷൻ ആകരുത്. പാൽപേഷൻ ആണ് ലാസ്റ്റ് മാത്രമേ പാൽപേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ആദ്യത്തെ സ്റ്റെപ്പ് ഇൻസ്പെക്ഷൻ ആണ്. ഇൻസ്പെക്ട് ചെയ്യുക, ഓസ്കൽറ്റേറ്റ് ചെയ്യുക, പെർക്കഷൻ ചെയ്യുക, പാൽപേഷൻ ചെയ്യുക. അങ്ങനെ ഒരു ഓർഡറിൽ പഠിച്ചു വെക്കുക. സോ ദാറ്റ് ഈസ് ദ അബ്ഡോമിനൽ അസസ്മെന്റ് മെത്തേഡ് എന്ന് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേറ്റ്മെന്റ് ബൈ ദ ക്ലയന്റ് ഇൻഡിക്കേറ്റ്സ് ആൻ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ പ്രിവെന്റീവ് മെഷേഴ്സ് ഓഫ് ജെനിറ്റൽ ട്രാക്ട് ഇൻഫെക്ഷൻ? കറക്റ്റ് ആൻസർ ഐ ഷുഡ് വിയർ അണ്ടർവെയർ വിത്ത് കോട്ടൺ പാനൽ ലൈനർ. അത് കറക്റ്റ് ആണ്. കോട്ടൺ അണ്ടർവെയർ ആണ് ധരിക്കേണ്ടത്. അത് ജെനിറ്റൽ ട്രാക്ട് ഇൻഫെക്ഷൻസ് തടയാൻ സഹായിക്കുന്നുണ്ട്. സോ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഐ ഷുഡ് അവോയ്ഡ് ദ യൂസ് ഓഫ് കോണ്ടംസ്, തെറ്റാണ്. ഐ ക്യാൻ ടച്ച് എനി ടൈം ഐ വാണ്ട്, തെറ്റാണ്. ഐ ക്യാൻ വിയർ മൈ ടൈറ്റ് ഫിറ്റിംഗ് ജീൻസ്, ദാറ്റ് ഓൾസോ not right. Next question, the nurse administers heparin BD subcutaneously for a kind in cardiogenic shock. The drug is expected to inhibit anticoagulant action. Anticoagulant ആണ് heparin. Anticoagulant ആണ് heparin. Amiodarone ആന്റി ഡിസ്റിത്മിക് ആണ്. അമിയോഡ്രോൺ അല്ലെങ്കിൽ കോഡ്രോൺ എന്ന് പറയും. ആന്റി ഡിസ്റിത്മിക് ആണ്. അയനോട്രോപ്സ് ആണ് ഡോപ്പാമിൻ, ഡോപിറ്റാമിൻ തുടങ്ങിയൊക്കെ. വാസോപ്രസർ NTG ആണ്. Next question, the leadership style developed by Kenneth Blanchard and Paul Hersey based on task and relationship behavior is known as? Correct answer situational leadership. Leadership style ആണ്. Kenneth Blanchard and Paul Hersey അവർ ഉദ്ദേശിക്കുന്ന റിലേഷൻഷിപ്പ് ഓഫ് ബിഹേവിയർ ഓൺ ടാസ്ക് ആൻഡ് റിലേഷൻഷിപ്പ് ബിഹേവിയർ ഇസ് നോൺ ആസ് സിറ്റുവേഷൻ ലീഡർഷിപ്പ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ടാസ്ക് വെച്ചിട്ട് അതിന്റെ റിലേഷൻഷിപ്പ് ബിഹേവിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലീനിയർ ബൊറോവിംഗ് ഓഫ് എ മൈറ്റ് അറ്റ് ഫിംഗർ വെബ്സ്, റിസ്റ്റ്, എൽബോസ്, ആംഗിൾ ആൻഡ് പെനിസ് ഇസ് സീൻ ഇൻ കേസ് ഓഫ് സ്കാബിസ്. സ്കാബിസിലാണ് ലീനിയർ ബൊറോവിംഗ് ഓഫ് എ മൈറ്റ് അറ്റ് ഫിംഗർ വെബ്സ്, റിസ്റ്റ്, എൽബോസ്, ആംഗിൾസ്, പെനിസ്. ഇവിടെ കാണുന്നത് സ്കാബിസ് ആണ്. Next question, the anterior fontanelle in children closes between 1.5 years of age. 1.5 വയസ്സിലാണ് ആന്റീരിയർ ഫോണ്ടനലെ. ഫ്രണ്ടിൽ കാണുന്ന ഫോണ്ടനലെയാണ് ആന്റീരിയർ ഫോണ്ടനലെ. പുറകിൽ കാണുന്നത് പോസ്റ്റീരിയർ ഫോണ്ടനലെ. ക്ലോസ് ആകുന്നത് 1.5 monthsലാണ്. ഇത് 1.5 yearsലാണ്. അങ്ങനെ ഓർക്കാൻ എളുപ്പമുണ്ട്. മുൻപിലുള്ളത് 1.5 years, പുറകിലുള്ളത് 1.5 months. Next question, which of the following is not a probable sign of pregnancy?
പ്രഗ്നൻസിയുടെ സൈൻ അല്ലാത്ത ഏതാണ്? ഫീറ്റൽ ഹാർട്ട് റേറ്റ് ഡിറ്റക്റ്റഡ് ബൈ എ നോൺ ഇലക്ട്രിക് ഡിവൈസ്. So that is not a probable sign of pregnancy. Uterine contraction, Chadwick sign, vaginal discharge എല്ലാം തന്നെ sign of pregnancy യിൽ വരുന്നതാണ്. So next question, which of the following is the principal mode of heat exchange in an incubator? Correct answer, convection ആണ്. Convection is the principal mode of heat exchange in an incubator. ഇൻക്യുബേറ്ററിൽ heat exchange നടക്കുന്നത് convection ആണെന്ന് ഓർക്കുക. Next question, management of Wernicke's disease and beriberi involves administration of, correct answer, thiamine. Thiamine ആണ് Wernicke's diseaseനും beriberiക്കും അഡ്മിനിസ്ട്രേഷൻ ഓഫ് thiamine ആണ് അതിന്റെ മാനേജ്മെന്റ് ആയിട്ട് വരുന്നത്. ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ് നോക്കുന്നത് കമ്മ്യൂണിറ്റി ഹെൽത്തിലെ. സോ ഇവിടെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് നോക്കുന്നത്, ഇമ്പോർട്ടന്റ് ആണ്. സ്ലീപ്പിംഗ് സിക്നസ് ട്രാൻസ്മിറ്റഡ് ബൈ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സെറ്റ്സ് ഫ്ലൈ, മോസ്കിറ്റോ, സാൻഡ് ഫ്ലൈ, ഹൗസ് ഫ്ലൈ. സ്ലീപ്പിംഗ് സിക്നസ് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്ന ഏത് ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, സെറ്റ്സ് ഫ്ലൈ. സെറ്റ്സ് ഫ്ലൈ എന്ന് പറഞ്ഞാൽ അതിന്റെ ഏത് സ്പീഷ്യസ് ആണെന്ന് ചോദിക്കാം. ഇപ്പോ സെറ്റ്സ് ഫ്ലൈ എന്നുള്ളത് ഗ്ലോസിന സ്പീഷ്യസ് ആണ്. ഗ്ലോസിന എന്ന് പറഞ്ഞ സ്പീഷ്യസ് ആണ്. ഇത് ആഫ്രിക്കയിലെ ചില ഏരിയയിലാണ് ഇത് ഈ ഒരു സെറ്റ്സ് ഫ്ലൈ എന്നുള്ളത് കാണുന്നത്. നമ്മുടെ ഇന്ത്യയിലൊന്നും അധികം കാണാത്തൊരു റെയർ ഡിസീസ് ആണ്. ഇറ്റ് ഇസ് എ റെയർ ഡിസീസ്. അപ്പൊ ഇതിന് മറ്റൊരു പേരാണ്, അല്ലെങ്കിൽ സ്ലീപ്പിംഗ് സിക്നസിന്റെ മറ്റൊരു പേരെന്ന് ചോദിക്കാം, ട്രിപ്പനോസോണിയാസിസ്. Trypanosomiasis is the other name of sleeping sickness. Okay, അപ്പൊ ഇതിന്റെ ഒരു പാരസൈറ്റിക് ഡിസീസ് ആണ്. അപ്പൊ ട്രിപ്പനോസോമ ബ്രൂസി, ട്രിപ്പനോസോമ ബ്രൂസി എന്നുള്ള ഒരു പാരസൈറ്റ് ആണ് ഈ ഒരു അസുഖം ഉണ്ടാക്കുന്നത്. ട്രിപ്പനോസോണിയാസിസ് എന്നാണ് മറ്റൊരു പേര്. ട്രിപ്പനോസോമ ബ്രൂസി എന്നുള്ള പാരസൈറ്റ് ആണ്. ഇപ്പൊ ഫീവർ ഉണ്ടാവും, സിവിയർ ഹെഡ് ഏക്ക് ഉണ്ടാവും, പേഷ്യന്റ് വളരെ ഇറിറ്റബിൾ ആയിരിക്കും, സോളൻ ലിംഫ് നോഡ്സ്. അപ്പൊ ഇതൊക്കെ ഈ ഒരു അസുഖത്തിന്റെ ഭാഗമായിട്ട് വരാം. സോ ഇവിടെ സ്ലീപ്പിംഗ് സിക്നസ് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് സെറ്റ്സ് ഫ്ലൈ ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് നോർമലി ഫ്ലൈ വെരി ഷോർട്ട് ഡിസ്റ്റൻസ്? ഈഡിസ് മസ്കിറ്റോ, ഹൗസ് ഫ്ലൈ, സാൻഡ് ഫ്ലൈ, ക്യൂലെക്സ് മസ്കിറ്റോ. അപ്പൊ ഏത് ഓർഗാനിസം അല്ലെ ഏത് മസ്കിറ്റോ ആണ് അല്ലെങ്കിൽ ഏത് കീടാണുമാണ് വെരി ഷോർട്ട് ഡിസ്റ്റൻസിൽ ഫ്ലൈ ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഈ സാൻഡ് ഫ്ലൈ. ഓപ്ഷൻ സി ആണ്, സാൻഡ് ഫ്ലൈ ആണ്. ഇപ്പോ സാൻഡ് ഫ്ലൈ പരത്തുന്ന ഒരു അസുഖമാണ് കാല ആസാർ. പാരസൈറ്റ് മൈഗ്രേറ്റ് ടു ഇന്റേണൽ ഓർഗൻസ് ലൈക്ക് ലിവർ, സ്പ്ലീനിലേക്കൊക്കെ ഈ ഒരു പാരസൈറ്റ് മൈഗ്രേറ്റ് ചെയ്യുന്നു. ലിവർ, സ്പ്ലീൻ, അതുപോലെ ബോൺമാരോയിലൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു പാരസൈറ്റ് ആണ് സാൻഡ് ഫ്ലൈ. ലിവർ, സ്പ്ലീൻ ആൻഡ് ബോൺമാരോ. അപ്പൊ ഇതിന് സൈൻസ് ആൻഡ് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ സ്കിൻ അൾസേഴ്സ്, ഫീവർ, ഇൻഫെക്ഷൻ, WBC, RBC വളരെയധികം കുറയുന്നുണ്ട്. അതുപോലെ എൻലാർജ്ഡ് ലിവർ എൻലാർജ് ചെയ്യുന്നു തുടങ്ങിയ പ്രോബ്ലംസുകൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡറി ഇൻഫെക്ഷൻസ്, സെപ്റ്റിസീമിയ, അൺകൺട്രോൾഡ് ബ്ലീഡിംഗ്, സ്പ്ലീനിക് റപ്ചർ, അൺകൺട്രോൾഡ് ബ്ലീഡിംഗ് തുടങ്ങിയിട്ടുള്ള പ്രോബ്ലംസ് ഈ ഒരു കാല ആസാറിന്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്നുണ്ട്. RBCയുടെ അളവ് കുറയുന്നു, ഫീവർ ഉണ്ടാവുന്നു, സ്കിൻ അൾസേഴ്സ് ഉണ്ടാവുന്നു. ഓക്കെ, so leishmaniasis is caused by protozoan parasites which are transmitted by the bite of infected female phlebotomin sandflies. ലീഷ്മാനിയാസിസ് പ്രോട്ടോസോൺ പാരസൈറ്റ്സ് കൊണ്ടാണ് കാരണമാകുന്നത്. അപ്പൊ അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഫീമെയിൽ ഫ്ലബോട്ടമിൻ സാൻഡ്ഫ്ലൈസ് ആണ്. കൺവെൻഷണൽ ആംഫോട്രോസിൻ ബി ഡിയോക്സൈകോളേറ്റ് എന്നുള്ള ഒരു ഡ്രഗ് റെസ്ക്യൂ തെറാപ്പി ആയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് ലീഷ്മാനിയാസിസിന് കേട്ടോ.
അത് നിങ്ങൾ മറക്കരുത്. So next question, this type of flu is most often contracted by contact with sick birds. It can also be passed from one person to another person. Influenza A, influenza B, influenza C, influenza D. അപ്പൊ ഈ ഒരു ടൈപ്പ് ഫ്ലൂ എന്ന് പറഞ്ഞാൽ കോണ്ടാക്ട് ചെയ്യുന്നത് സിക്ക് ബേഡ്സിൽ നിന്നാണ്. അപ്പൊ ബേഡ്സിൽ നിന്നുള്ള ഇൻഫെക്ഷൻ പകരുന്നത് ഇൻഫ്ലുവൻസ എയിലാണ് കേട്ടോ. ഇൻഫ്ലുവൻസ എ ആണ് ബേഡ്സിൽ നിന്നും പകരുന്നത്. സോ ഇൻഫെക്റ്റഡ് ഫ്രം ബേഡ്സ്. അപ്പൊ ഇത് നമ്മൾ ഇപ്പോ ചിക്കൻ ആണെങ്കിലും അതുപോലെ മറ്റുള്ള ഡക്ക് അതുപോലെയുള്ള പെറ്റ് ബേഡ്സിനെയൊക്കെ ഈ ഒരു അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ ഇപ്പോ കോഴികളെയൊക്കെ ഒന്ന് കൂട്ടമായിട്ട് കൊല്ലുന്നത് കണ്ടിട്ടില്ല. അപ്പൊ ഇൻഫ്ലുവൻസ എ എന്നുള്ളത് ബേഡ്സിൽ നിന്നും മനുഷ്യരിലേക്ക് പോരും. പിന്നെ ഇൻഫെക്റ്റഡ് ഫ്രം ഹ്യൂമൻ ടു ഹ്യൂമൻ അങ്ങനെ വരാറുണ്ട്. ഇൻഫ്ലുവൻസ ബി എന്ന് പറഞ്ഞാൽ ഹ്യൂമണിലാണ് ഉണ്ടാകുന്നത്, മനുഷ്യരിൽ ഉണ്ടായിട്ട് മനുഷ്യരിലേക്ക് പകരുന്നതാണ്. സി എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ആൻഡ് പിഗ്സ്, ഹ്യൂമണിലും പിഗ്സിലും ഉണ്ടാകുന്നതാണ് ഇൻഫ്ലുവൻസ സി എന്നുള്ളത്. റെയർ ആണ് കേട്ടോ, റെയർ ആണ്. ഈ ഇൻഫ്ലുവൻസ ഡി എന്നുള്ളത് കാറ്റിൽ, കന്നുകാലികൾ ഇപ്പോ ലൈക്ക് കൗ, ബുൾ, അതുപോലെ ഗോട്ട്, അങ്ങനെ നാൽക്കാലികളിൽ നിന്നും പകരുന്ന അസുഖമാണ് ഇൻഫ്ലുവൻസ ഡി. ഇൻഫ്ലുവൻസ ഇസ് ആൻ അക്യൂട്ട് റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ. റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ആണ് ഇൻഫ്ലുവൻസ എന്നുള്ളത്. റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ആണ്. ഇൻഫ്ലുവൻസ വൈറസ് ഉണ്ടാക്കുന്നതാണ്. 4 ടൈപ്പ് ഉണ്ട്, ഇൻഫ്ലുവൻസ എ, ബി, സി ആൻഡ് ഡി. അപ്പൊ ഈ ഒരു അസുഖത്തിന് സഡൻ ചിൽസ് തണുപ്പ് വരുന്നുണ്ട്, നന്നായിട്ടൊരു തണുപ്പ് വരും. അതുപോലെ ഫീവർ ഉണ്ടാകും. അതുപോലെ മലൈസ്, മസ്കുലർ പെയിൻ, കഫ്, മസിൽ പെയിൻ ഉണ്ടാവും, സഡൻ ഫീവർ ഉണ്ടാവും, ഹെഡ് ഏക്ക് തുടങ്ങിയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പൊ സ്പാനിഷ് ഫ്ലൂവിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ? മേജർ എപ്പിഡമിക് ആയിരുന്നു സ്പാനിഷ് ഫ്ലൂ. ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ 1918-19 കാലഘട്ടത്തിൽ നടന്ന ഒരു പാൻഡമിക് ആണ് സ്പാനിഷ് ഫ്ലൂ. ഇന്ത്യയിലും ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്. അപ്പോ വേൾഡ് നോക്കുകയാണെങ്കിൽ 500 മില്യൺ ആളുകൾക്ക് ഈ ഒരു അസുഖം ബാധിച്ച് 20 മില്യൺ ആളുകൾ മരിച്ചിട്ടുണ്ടായിരുന്നു. 20 മില്യൺ ആളുകൾ മരിച്ച ഒരു അസുഖമാണ് സ്പാനിഷ് ഫ്ലൂ. ഇന്ത്യയിലാണെങ്കിലും ഏകദേശം 6 മില്യൺ ആളുകൾ മരിച്ചു. ഇന്ത്യയിൽ മാത്രം നോക്കുകയാണെങ്കിൽ 6 മില്യൺ ആളുകൾ മരിച്ചു പോയിട്ടുണ്ട് സ്പാനിഷ് ഫ്ലൂ. അപ്പൊ മെയിൻ ആയിട്ട് ഇത് ഫ്ലൂ പകരുന്നത് ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ വഴിയാണ്. ഡ്രോപ്ലെറ്റ്സ് വഴിയാണ് ഇത് പകരുന്നത്. മാൻ ടു മാൻ ഇൻഫെക്ഷൻ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ വഴിയാണ്. H1N1 എന്നാൽ നമുക്ക് സ്വൈൻ ഫ്ലൂ എന്നറിയപ്പെടുന്ന അസുഖമാണ് H1N1 എന്നുള്ളത്. നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. എയറിലൂടെ പകരുന്നതാണ്. ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ വഴി നമ്മൾ ഒരാൾ തുമ്മുകയോ ചുമക്കുകയോ ചെയ്യുമ്പോൾ അതിന്റെ ഡ്രോപ്ലെറ്റ്സ് പിന്നെ വന്നിട്ട് അത് നമ്മളിലേക്ക് സ്പ്രെഡ് ആകുന്ന രീതിയിലാണ് ഈ സ്വൈൻ ഫ്ലൂ പകരുന്നത്. എയർ ഡ്രോപ്ലെറ്റ് വഴിയാണ്. H5N1 എന്നുള്ളത് ഏവിയൻ ഫ്ലൂ എന്ന് പറയുന്ന H5N1 ആണ്. ക്വസ്റ്റ്യൻ ചോദിക്കുക എക്സാമിന്. ഏവിയൻ ഫ്ലൂ എന്ന് പറഞ്ഞാൽ H5N1 ആണ് കേട്ടോ. അപ്പൊ ഈ ബേർഡ് ഫ്ലൂ ചൈനയിൽ വന്നിട്ടുണ്ടായിരുന്നു. ബേർഡ് ഫ്ലൂ മറ്റൊരു ടൈപ്പാണ് ബേർഡ് ഫ്ലൂ. ഇത് 1997 ചൈനയിൽ നിന്നാണ് ഇത് വന്നത് കേട്ടോ. ഈ ബേർഡ് ഫ്ലൂ വന്നത് ചൈനയിലാണ് ആദ്യമായിട്ട് വന്നത്. ഈ കോവിഡും ചൈനയിൽ നിന്നാണ് പകരുന്നത്. ഒരുവിധ അസുഖങ്ങളൊക്കെ ഇങ്ങനെ ചൈനയിൽ നിന്നാണ് വരുന്നത്. ഇന്ത്യയില് മഹാരാഷ്ട്രയില് 2006 ബേർഡ് ഫ്ലൂ വന്നത് കേട്ടോ. അപ്പോ ഇൻക്യുബേഷൻ പീരീഡ് പ്രധാനമായിട്ട് ഇൻഫ്ലുവൻസയുടെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ 18 to 72 hours ആണ്. 18 to 72 hours ആണ് കേട്ടോ ഇൻക്യുബേഷൻ പീരീഡ്. ഏജന്റ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസ ഫാമിലി ഓഫ് ഓർത്തോമിക്സോവിറിഡേ എന്നുള്ള ഫാമിലിയാണ് കേട്ടോ. സോ വാട്ട് ഈസ് ദ ഫാമിലി ഓഫ് ഇൻഫ്ലുവൻസ വൈറസ് എന്ന് ചോദിച്ചാൽ ഓർത്തോമിക്സോവിറിഡേ ആണ്. മേജർ റിസർവോയർ ഓഫ് ഇൻഫ്ലുവൻസ വൈറസ് എക്സിസ്റ്റ് ഇൻ അനിമൽസ് ആൻഡ് ബേർഡ്സിൽ തന്നെയാണ് ഇത് ഉള്ളത്. പീരീഡ് ഓഫ് ഇൻഫെക്ടിവിറ്റി ചോദിച്ചാൽ ഈ ഒരു അസുഖം
നമ്മുടെ നാസോ ഫാരിങ്സിൽ കയറി കഴിഞ്ഞ് 1 to 2 days, അതായത് ഇത് നാസോ ഫാരിങ്സിൽ വന്നു കഴിഞ്ഞ് 1 to 2 days before and 1 to 2 days after the onset of symptoms. 1 to 2 days before and 1 to 2 days after the onset of symptom. അപ്പൊ സിംറ്റം ഓൺസെറ്റ് ഓഫ് സിംറ്റം ബാധിച്ചു കഴിഞ്ഞ് ഒരു 1-2 ദിവസം മുന്നെയും അല്ലെങ്കിൽ 1-2 ദിവസവും ശേഷവുമാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഇത് ആണ് നമ്മുടെ ഇൻഫ്ലുവൻസ വൈറസിന്റെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. സോ ബേർഡ് ഫ്ലൂ എന്നുള്ളത് ഇൻഫ്ലുവൻസ എ ആണ്. പെറ്റ് ബേർഡിൽ നിന്നും കോഴിയിൽ നിന്നൊക്കെ പകരാം. ഇൻഫ്ലുവൻസ ബി ഹ്യൂമൻ ട്രാൻസ്മിഷൻ ആണ്. ഇൻഫ്ലുവൻസ സി എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ആൻഡ് പിഗ്സ് വഴിയാണ്. റെയർ ട്രാൻസ്മിഷൻ ആണ് ഇൻഫ്ലുവൻസ സി. ഇൻഫ്ലുവൻസ ഡി എന്ന് പറഞ്ഞാൽ കാറ്റിൽ, കൗ, ബുൾ, ഗോട്ട് ഒക്കെ പകരുന്നതാണ്. റെസ്പിറേറ്ററി ട്രാക്റ്റിലൂടെയാണ് ഇൻഫെക്ഷൻ പകരുന്നത്. ഈ ഒരു ഇൻഫ്ലുവൻസ ഓർഗാനിസം ഓർത്തോമിക്സ വെറിഡെ നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ 1 to 2 days ബിഫോർ, അതായത് കയറി കഴിഞ്ഞ് സിംറ്റംസ് വരുന്നതിന് 1-2 ദിവസം മുന്നേയും 1-2 ദിവസത്തിന് ശേഷവുമാണ് ഈ അസുഖം മറ്റുള്ളവരിലേക്ക് പകരുന്നത്. സഡൻ ചിൽസ് ആൻഡ് ഫീവർ ആണ്. സ്പാനിഷ് ഫ്ലൂ വന്ന് 1918-19 പാൻഡമിക് ആയിട്ട് വന്നതാണ്. 500 മില്യൺ ആളുകൾക്ക് ഇത് വരികയും 20 മില്യൺ ഓൾ ദ വേൾഡിൽ മരിക്കുകയും ചെയ്തു. ഇന്ത്യയിൽ തന്നെ 6 മില്യൺ ആളുകൾ മരിച്ചു എന്നാണ് അറിയപ്പെടുന്നത്. H1N1 മറ്റൊരു പേരാണ് സ്വൈൻ ഫ്ലൂ. ഡ്രോപ്ലെറ്റ് വഴിയാണ് ഇത് പകരുന്നത്. H5N1 എന്ന് പറഞ്ഞാൽ ഏവിയൻ ഫ്ലൂ ആണ്. ബേർഡ് ഫ്ലൂ ചൈനയിൽ 1997 വന്നത്. ഇന്ത്യയിൽ മഹാരാഷ്ട്രയിൽ 2006 വന്നു. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് എ നോർമലി വെരി ഷോർട്ട് ഡിസ്റ്റൻസിൽ സാൻഡ് ഫ്ലൈ ആണ്. കാല അസാർ ലിവർ, സ്പ്ലീൻ, ബോൺമാരോ ഒക്കെ അഫക്ട് ചെയ്യുന്നതാണ്. സ്കിൻ അൾസേഴ്സ് വരും, ഫീവർ വരും, RBC കുറയും, സ്പ്ലീനിക് റപ്ചർ ഒക്കെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്നതാണ്. സോ വാട്ട് ഈസ് ലീഷ്മാനിയാസിസ്? കോസ്ഡ് ബൈ പ്രോട്ടോസോൺ പാരസൈറ്റ്സ് transmitted by the bite of infected female phlebotomin sandflies. Okay, next one, sleeping sickness transmit ചെയ്തിരിക്കുന്നത് സെറ്റ്സ് ഫ്ലൈ ആണ്. അതിന്റെ മറ്റൊരു പേരാണ് ട്രിപ്പണോസോണിയാസിസ്. അപ്പോ ഇതിന്റെ ഓർഗാനിസത്തിന്റെ പേര് ട്രിപ്പണോസോമ ബ്രൂസി എന്നാണ്. സെറ്റ്സ് ഫ്ലൈ എന്ന് പറഞ്ഞത് റെയർ ആയിട്ടുള്ള ഒരു അസുഖമാണ് കേട്ടോ. ഓക്കെ, ബാക്കി നമ്മളുടെ ഈ നമ്മളിപ്പോ ഇൻക്യുബേഷൻ പീരീഡ് ഓഫ് ജർമ്മൻ മീസിൽസ് ആവറേജ് 18 days ആണ്. കഴിഞ്ഞ ഒരു നമ്മൾ ഇതിന്റെ ഒരു ലൈവ് ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ലൈവ് ക്ലാസ്സിൽ ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. റാഷസ് ഫസ്റ്റ് ഇൻ ചിക്കൻ പോക്സ് യൂഷ്വലി ട്രങ്ക് ആൻഡ് ഫേസിലാണ് ചിക്കൻ പോക്സിന്റെ റാഷസ് കൂടുതലായിട്ട് വരുന്നത്, ഫസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ചിക്കൻ പോക്സ് ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി കിട്ടുന്ന ഒരു അസുഖമാണ്.